ഹായ് സ്റ്റുഡൻസ്, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് എടുക്കുന്നത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടെന്നും അതുപോലെ അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഏതാണോ അതിൽ വന്നിട്ടുള്ളത് അതും ഇവിടെ എടുക്കണം. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ക്യാപിറ്റൽ ആരും കൊണ്ടുവരുന്നില്ല. ക്യാപിറ്റൽ ആയ ഒരു ഇവർക്ക് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ ഫണ്ട് എന്ന് മറ്റും വരുന്നത് മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന എൻട്രൻസ് ഫീ, അഡ്മിഷൻ ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ അതൊക്കെയാണ്. അതായത് അത് ഒരു മെമ്പറിൽ നിന്ന് ഒറ്റ പ്രാവശ്യം മാത്രമേ അത് കളക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ ഫണ്ടായിട്ട് മാറ്റുന്നത്. അല്ലാതെ വേറെ ആരും കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ അല്ല, ഒരു ഇൻഡിവിജ്വൽ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അല്ല. ഈ ഡൊണേഷൻ അങ്ങനെയുള്ള രൂപത്തിലൊക്കെ വരുന്നതാണ് ഫണ്ടായിട്ട് മാറുന്നത്. ചിലപ്പം ക്വസ്റ്റ്യനിൽ അതായത് കണ്ടിന്യൂയിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, മുന്നേ നിലവിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവില്ല, ഫണ്ട് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഫണ്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ഷീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഫണ്ട് ഏത് ഫണ്ടാണോ, ക്യാപിറ്റൽ ഫണ്ടോ ജനറൽ ഫണ്ടോ ഏതാണോ തന്നിട്ടില്ലെങ്കിൽ നമുക്കിത് ലാബിലിറ്റി സൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ വെച്ചിട്ട്, ചിലപ്പം ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിലുള്ള ആസറ്റ്സും ലാബിലിറ്റീസും ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും, ബാലൻസ് ഷീറ്റായിട്ട് തരില്ല, തന്നിട്ടുണ്ടായിരിക്കും ആസറ്റ്സും ലാബിലിറ്റീസും അഡീഷണൽ ഇൻഫർമേഷനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ അസറ്റ്സിൽ വരുന്ന ഐറ്റം, അസറ്റും ലാബിലിറ്റീസും തന്ന ഇൻഫർമേഷൻ വെച്ച് ചെയ്യാം. എന്നിട്ട് അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡിൻ്റെ ഡിഫറൻസ്, അതായത് അസറ്റ് സൈഡ് കൂടുതലും ലാബിലിറ്റി സൈഡ് കുറവാണെങ്കിൽ ആ ഡിഫറൻസ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അതായത് പ്രീവിയസ് ഇയറിലുള്ള ഐറ്റം വെച്ച് ചെയ്യുമ്പം അത് പ്രീവിയസ് ഇയറിലുള്ള ബാലൻസ് ഷീറ്റ് ആയിരിക്കും, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റലാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അങ്ങനെ ക്യാപിറ്റൽ മിസ്സിംഗ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കിടക്കാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ കൊടുക്കണം. ഏത് ടൈപ്പ് ഓഫ് സ്കൂളാകാം, ക്ലബ്ബാകാം, എന്താണോ അതിൻ്റെ പേര് അവിടെ കൊടുക്കുക. ദെൻ ബാലൻസ് ഷീറ്റ് ആസറ്റ്, മന്ത്, ഡേറ്റ്, മന്ത് ആൻഡ് ഇയർ കൊടുക്കുക. അതിനുശേഷം ലാബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. നമുക്കത് അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്സാണ് ഫസ്റ്റ് വരുന്നത്. ബിൽഡിങ്ങിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ആഡ് അഡിഷൻസ് ഉണ്ടെങ്കിൽ അഡിഷൻസ് ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്യുക. ദെൻ ലെസ് ഡിപ്രീസിയേഷൻ കൊടുക്കുക. ഡിപ്രീസിയേഷൻ അത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ടാകും. ഡിപ്രീസിയേഷൻ ഒന്നും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തരില്ല. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റെസീറ്റ്സും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അക്രൂഡ്, ഔട്ട്സ്റ്റാൻഡിങ് അതൊന്നും റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കില്ല. അത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുക. അപ്പം അത് ബിൽഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം പറഞ്ഞു. ആഡ് അഡിഷൻസ്, ലെസ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് ഫർണിച്ചറാണ് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കുക. അഡീഷണൽ പർച്ചേസ് ഉണ്ടെങ്കിൽ, അതായത് അഡീഷണൽ പർച്ചേസ് ഉണ്ടെങ്കിൽ എവിടെയാണ് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് സൈഡിൽ ഉണ്ടാവും ഫർണിച്ചർ പർച്ചേസ്, പേയ്മെൻറ്റ് അവിടെയാണ് അഡീഷണൽ ഫർണിച്ചർ പർച്ചേസ് ഉണ്ടെങ്കിൽ കാണും. അപ്പോൾ ആഡ് അഡിഷൻസ്, ലെസ് ഡിപ്രിസിയേഷൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഫർണിച്ചർ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സെയിൽ എമൗണ്ട്, സെല്ലിംഗ് പ്രൈസും ഇവിടുന്ന്, സെല്ലിംഗ് പ്രൈസ് അല്ല അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണോ, അതായത് സെയിൽ എമൗണ്ടും ഇവിടുന്ന് ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫർണിച്ചർ സെയിൽ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടോ എന്ന് നോക്കണം. സെയിൽ ഓഫ് ഫർണിച്ചറിൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിലാണോ സെയിൽ ചെയ്തത് ആ സമയത്ത് ഈ ഫർണിച്ചറിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് നോക്കുക. ബുക്ക് വാല്യൂവിനെക്കാട്ടിയും കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ആ ഡിഫറൻസ് പ്രോഫിറ്റ് ഓൺ സെയിലാക്കി എടുക്കണം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെസീറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ബുക്ക് വാല്യൂവിനെക്കാട്ടിയും കുറവാണ് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ ഡിഫറൻസ് ലോസ് ആയിരിക്കും. ആ ലോസ്
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽഡിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാകാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയല്ല കാണിക്കേണ്ടത്, അത് പറയും. ദെൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയർ, സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടെങ്കിൽ, ദെൻ അക്രൂഡ് ഇൻട്രസ്റ്റ്, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, മുൻകൂട്ടി കൊടുത്ത എക്സ്പെൻസുകൾ, ഇൻഷുറൻസ് എക്സ്പെൻസസ്, ഏതെങ്കിലും എക്സ്പെൻസ് പ്രീപെയ്ഡ് ആണെങ്കിൽ, അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുവന്ന് ഈ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ടും കിട്ടാനുള്ളതാണ്, ഇത് മുൻകൂട്ടി കൊടുത്തതാണ്. അങ്ങനെ വരുവാണെങ്കിൽ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ലാബിലിറ്റി സൈഡ്, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ആഡ് സർപ്ലസ്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സർപ്ലസ് ആണെങ്കിൽ സർപ്ലസ് ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അതിൻ്റെ കൂടെ ആഡ് എൻട്രൻസ് ഫീസ്, പുതുതായിട്ട് മെമ്പർ വരുവാണെങ്കിൽ എൻട്രൻസ് ഫീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കണം. നെക്സ്റ്റ് ബിൽഡിംഗ് ഫണ്ട്, അതായത് ഫണ്ട് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി തരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡൊണേഷൻ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി തരുവാണെങ്കിൽ അതിന് തന്നെ ആ ഡൊണേഷൻ ഉപയോഗിച്ചിരിക്കണം. അപ്പം ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കുക. ആഡ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ബിൽഡിങ്ങിന് വീണ്ടും ഡൊണേഷൻ കിട്ടുവാണെങ്കിൽ അത് ഇതിനോടുകൂടി ആഡ് ചെയ്യാം. ദെൻ ഇൻകം ഫ്രം ബിൽഡിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ബിൽഡിംഗ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ ബിൽഡിംഗ് ഫണ്ടിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇൻകം ഫ്രം ബിൽഡിംഗ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നിട്ട് ഔട്ടർ കോളത്തിൽ ഇട്ട് കൊടുക്കുക. ദെൻ സ്പോർട്സ് ഫണ്ട്, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കുക. ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട്, ഈ ഡൊണേഷനൊക്കെ വരുന്നത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ്, അതുകൊണ്ടാണ് അതാത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെയും സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബിൽഡിംഗ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ ആഡ് ചെയ്തു. അപ്പം ഇത് ആഡ് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് സ്പോർട്സ് പ്രൈസ് അവാർഡ്, പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ക്ലബ് സ്പോർട്സ് ക്ലബ്ബാണെങ്കിൽ ഇത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ നിന്ന് ലെസ് ചെയ്യണം, സ്പോർട്സ് ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ബിൽഡിംഗ് ഫണ്ടും സ്പോർട്സ് ഫണ്ടും ആണ്. ചിലപ്പം ജനറൽ ഫണ്ട് ഉണ്ടായിരിക്കാം. ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ ഉണ്ടായിരിക്കാം. ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ലാബിലിറ്റി സൈഡിൽ കാണിക്കാൻ പാടില്ല. ജനറൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടത് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് കറണ്ട് ലാബിലിറ്റീസ് ആണ്. കറണ്ട് ലാബിലിറ്റീസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, റെൻറ്റ്, സാലറീസ്, ഇതൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ചാർജസ്, അങ്ങനെയാണ് വരുന്നത്. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ അതും ഇവിടെ വരും. ഈ രണ്ട് സൈഡും ആഡ് ചെയ്താൽ ടാലി ആയിട്ട് കിട്ടും വേണം. ഓക്കെ. ഇനി ഡൊണേഷൻ ചിലപ്പം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, സ്പെസിഫിക് പർപ്പസിന് വെച്ചതാണെങ്കിൽ അതിവിടെ കാണിക്കണം. വെറും ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നത് നമുക്ക് വേണമെങ്കിൽ ഏത് തരത്തിലാണോ ട്രീറ്റ് ചെയ്യുന്നത്, അതായത് ബാലൻസ് ഷീറ്റിലാണോ, റവന്യൂ റെസീറ്റ് ആണോ, ക്യാപിറ്റൽ റെസീറ്റ് ആണോ. ക്യാപിറ്റൽ റെസീറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, റവന്യൂ റെസീറ്റ് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. അത് നിങ്ങൾ ഏത് രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തതെന്ന് താഴെ നോട്ടായിട്ട് കാണിച്ചാൽ മതി. ഡൊണേഷൻ എവിടെയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ, ജനറൽ ഡൊണേഷൻ കണ്ടിട്ട് അത് ബാലൻസ് ഷീറ്റിൽ എടുക്കുകയാണെങ്കിൽ താഴെ നോട്ടായിട്ട് കാണിക്കുക, ഡൊണേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസീറ്റ്. ഇനിയല്ല റവന്യൂ റെസീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസീറ്റ് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ഓക്കെ.